ബാബറും ഔറംഗസേബുമല്ല മറിച്ച് ശ്രീരാമനിലും ശ്രീകൃഷ്ണനിലുമാണ് ഭാരതത്തിന്റെ പൈതൃകമെന്ന മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. യഥാർത്ഥ ഭരണഘടനയിൽ ശ്രീരാമന്റെയും ഹനുമാന്റെയും ചിത്രങ്ങളാണുള്ളത്. ബാബറിന്റെയും ഔറംഗസേബിന്റെയും ചിത്രങ്ങൾ ഭരണഘടനയിൽ ഇല്ലെന്നും ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ ബിജെപിയുടെ മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരുന്നതുപോലെ ഭാരതത്തിന്റെ പൈതൃകം മതേതര സ്വഭാവമുള്ളതാണെന്ന് ഭരണഘടനാ ശില്പികൾക്കറിയാമായിരുന്നു. അതിനാലാണ് ഭരണഘടനയുടെ യഥാർത്ഥ പതിപ്പിൽ ഭാരതത്തിന്റെ പൈതൃകവും പാരമ്പര്യവും പേറുന്നവരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചത്. ലങ്കായുദ്ധം വിജയിച്ച് സീതാസമേതനായി അയോധ്യയിൽ മടങ്ങിയെത്തുന്ന ശ്രീരാമന്റെ ചിത്രത്തിന് പുറമെ ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും മഹാവീറും നടരാജനും ഗുരു ഗോവിന്ദ് സിംഗും ഛത്രപതി ശിവജിയും ചിത്രങ്ങളായി ഭരണഘടനയിൽ ഇടം പിടിച്ചു. അതേസമയം ബാബറുടെയും ഔറംഗസേബിന്റെയും ചിത്രങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെന്നും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. ഇന്നാണ് ഭരണഘടന രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ അത്തരം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. രാഹുലിന് വസ്തുതകൾ അറിയില്ല, അതിനാൽ ഉടൻ തന്നെ രാഹുൽ തന്റെ ഉപദേശകനെ മാറ്റണമെന്നും രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. उनको लिखने के लिए कलम तक नहीं मिलती थी और नीचे कच्ची फांसी दी जाती ताकि दर्द हो और सावरकर डरे. ठीक है, आप अपनी राजनीति के लिए जो कुछ भी बोलिए, लेकिन जिस व्यक्ति ने देश के लिए इतना त्याग किया, उनके भाई की मृत्यु अंडमान में हो गई, उसके बारे में ऐसे शब्द का प्रयोग न करें. ये मैं बहुत विनम्रता से कहूंगा. और फिर कहूंगा, ट्यूटर बदलना बहुत जरूरी है. ये ट्यूशन कहां से आ रहा है, ये बताना बहुत जरूरी है. സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ നേതാക്കളുടെ സംഭാവനകളെ കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ രവിശങ്കർ പ്രസാദ് പ്രസംഗത്തിൽ പോലും കോൺഗ്രസുകാർ ഈ പേരുകൾ ഉൾപ്പെടുത്തില്ലെന്നും വിമർശിച്ചു. ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഇകഴ്ത്തുവാനുള്ള കോൺഗ്രസിന്റെ നിരന്തരമുള്ള ശ്രമങ്ങൾക്കുള്ള മറുപടിയായിരുന്നു മുതിർന്ന BJP നേതാവ് കൂടിയായ രവിശങ്കർ പ്രസാദിന്റെ വാക്കുകൾ. ജനം, ഡൽഹി.